എന്നെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. മോളുടെ മുത്തശ്ശിയും അച്ഛനൊക്കെ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. ശരിക്കും എന്താ അച്ഛാ സംഭവിച്ചേ? ആ അയ്യപ്പ വിഗ്രഹം അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. അതിനി ചിലപ്പോ തിരിച്ചു വരില്ലായിരിക്കും. ആര് പറഞ്ഞു തിരിച്ചു വന്നില്ലാന്ന്? എന്തു പറ്റി മക്കളെ? അയ്യപ്പ വിഗ്രഹം യഥാസ്ഥാനത്തുണ്ട്. അവള് സന്തോഷത്തോടെ കൈകൂപ്പി അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നലെ ഇവള് ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ ഏട്ടത്തിന്റെ മുഖത്തുള്ള സങ്കടമായിരുന്നു ഇവളുടെ മനസ്സ് നിറയെ. പക്ഷെ ഒന്നിനും ഒരു മാറ്റം ഉണ്ടായില്ല. എല്ലാത്തിനും അവസാനം കരയുന്നത് നമ്മളാ. ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ അമ്മേ. അതാ ഞാനും ആലോചിക്കുന്നത്. ഇന്നലെ വിഗ്രഹം ഞങ്ങൾ അച്ഛനും മുത്തശ്ശിക്കും കൈമാറിയത് കണ്ട ശേഷം കണ്ണൻ തന്നെ പറഞ്ഞു വിട്ടതായിരിക്കും ആ ലോറിയല്ലേ? അതിനുള്ള സാധ്യത കൂടുതലാ. അപ്പോ കൊല്ലാൻ വേണ്ടി തന്നെ അമ്മ അടിച്ചത്. ഭാഗ്യത്തിനും മരിച്ചില്ലേ. പിന്നെ ആ സമയത്ത് ആൾക്കാർ ഓടിക്കൂടിയതുകൊണ്ട് ഞങ്ങള് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുകയും ചെയ്തു. ഇടിയുടെ സമയത്ത് മുത്തശ്ശിയുടെ കയ്യിൽ അയ്യപ്പ വിഗ്രഹം ഉണ്ടായിരുന്നോ? അയ്യോ ഇല്ല മക്കളെ, അത് എന്റെ കയ്യിൽ നിന്ന് പുറത്തോട്ട് തെറിച്ചു പോയി. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അങ്ങനെ തെറിച്ചുപോയ അയ്യപ്പ വിഗ്രഹം പിന്നെ എങ്ങനെയാ എത്തേണ്ടടുത്ത് എത്തിയത്? ഞാൻ കണ്ണമ്മോന് കൊടുത്ത ഭഗവാനാ പിന്നീട് മഹാലക്ഷ്മിയുടെ കയ്യിലെത്തിയത്. അപ്പൊ പിന്നെ അവര് രണ്ടാളും ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഭഗവാനും അവർക്കൊപ്പം വേണ്ടായോ? അത് അജ്ഞരായ ചിലർക്ക് അറിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ആ വിഗ്രഹത്തിന് എന്തോ ശക്തിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ തിരിച്ചത് അവിടെ തന്നെ വരുമോ? അതിനുപരി മറ്റൊരു കാര്യം ചിന്തിക്കണം. ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയത് കണ്ണേട്ടന്റെ അറിവോടെ ആ മാർക്കമാണെങ്കിൽ ദൂരത്തെറിച്ച് വീണ വിഗ്രഹം അവരായിക്കൂടെ അവിടെ കൊണ്ടുവച്ചത്? അതിനാണ് സാധ്യത കൂടുതൽ. ആ മാർക്കോ എന്ന് പറയുന്നവൻ പോലീസുകാരെക്കാളും പ്രശ്നക്കാരനാ.
അവനെ ഒരുപാട് പയ്യന്മാരുമായിട്ട് ബന്ധമുള്ളതാ. അവരൊക്കെ സദാ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മോളെ, നമ്മളെന്നാ വൈദ്യന്റെ അടുത്ത് പോയതും അവരറിഞ്ഞു കാണും. പായസത്തിൽ മരുന്ന് കലക്കിയത് അറിഞ്ഞോണ്ടായിരിക്കും അവരാ പായസം മാറ്റിയത്. അതിനിടയ്ക്ക് ഒരു കള്ള സ്വാമിയെ കൊണ്ടുവന്ന് അവരൊരു നാടകം കളിക്കുകയും ചെയ്തു. മണ്ഡലകാലമായിട്ട് അയ്യപ്പസ്വാമിയെ കളയാനായിട്ട് കൊണ്ടുപോണ്ടായിരുന്നു. കളയാനല്ലല്ലോ നമ്മൾ കൊണ്ടുപോയത്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൽ കൊണ്ട് വെക്കാനല്ലേ പോയത്. പ്രായച്ചിത്തമായിട്ട് പളനി പോയി തല മുണ്ടനം ചെയ്തിട്ട് നീയും പോയി മാലയിടുണ്ണി. ഇയാള് മാലയിടാനോ? ഒരു ദിവസം പോലും മീനില്ലാതെ ഭക്ഷണം ഇറങ്ങത്തില്ല. എന്ന് വെച്ച് ഞാൻ മലയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പോവും. 1-2 ദിവസം വ്രതം എടുത്ത് പമ്പയിൽ പോയി കെട്ടും കെട്ടിയിട്ട് പോവെന്ന ഉണ്ണിയേട്ടന്റെ അമ്മ പറഞ്ഞത്. ആ, അതുകൊണ്ട് തന്നെ ഏറണമില്ലാത്തത്. ഇപ്പൊ കണ്ടില്ലേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്ന ഒരുത്തിയുടെ താഴെ ജോലി ചെയ്യേണ്ടി വന്നത്. സൈറ്റില് പോലും കേറാൻ ഇങ്ങേരെ അവര് സമ്മതിക്കുന്നില്ല. നമ്മുടെ ജീവിതം ഇങ്ങനൊരു മുക്കുകൊണ്ടായി പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങളിപ്പോൾ താമസിക്കുന്നതേ ഒരു പിശാചിനോടൊപ്പാ. അവളെ കൊന്നു കൊക്കയിലെറിഞ്ഞാലും അവൾ ഈ അയ്യപ്പന്റെ കാര്യം പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് വരും. അല്ലെങ്കിലേ ചില പാമ്പിനെയൊക്കെ തല്ലിക്കൊന്ന് കത്തിച്ചളയില്ലേ, എന്നാലേ അത് ശരിക്കും ചാവത്തുള്ളൂ എന്നാ പറയുന്നത്. അതുപോലെ ഇവളെയും കത്തിച്ചളയണം. അതല്ലാതെ വേറെ മാർഗമില്ല. ഇവനൊന്ന് വീൽ ചെയറിൽ ഇരുന്നതാ കുറച്ചു നാള്. ഇത്തവണ ഏതായാലും ഞങ്ങള് 2 ആളും വീൽ ചെയറിലായില്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാന്ന് കരുതിയ ഓരോരോ സംഭവങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം തിരിഞ്ഞു കൊത്തുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്റെ ശരീരം എനിക്ക് തന്നെ കത്തിച്ചു കളയാൻ തോന്നുക. അയ്യോ, ഞാൻ പറയുന്നത് ഇനി കുറെ നാളത്തേക്ക് ഇതിനൊന്നും പോണ്ടെന്നാ. പോകാതിരുന്ന ഇയാള് കളക്ടറാവൂ? എന്റെ മോള് കളക്ടറുടെ ഭാര്യയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഉണ്ണിക്കുട്ടൻ കളക്ടറും ആവില്ല, കമ്പൗണ്ടറും ആവില്ല. ഇനിയിപ്പൊ മഹാലക്ഷ്മി എപ്പോഴാ ഇവന്റെ ഉള്ള ജോലിയും കൂടെ കളയുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ ബിസിനസ് ഒക്കെ ഇവനെയും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ പ്രതാപ? മിക്കവാറും ഭാര്യ വീട്ടുകാരുടെ ചെലവിൽ കഴിയേണ്ടി വരുന്ന തോന്നുന്നു. ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഉണ്ണിക്കുട്ട. ആണിന് പെണ്ണിനേക്കാളും തലയെടുപ്പുണ്ടായാലേ ഏത് പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ആണിനെ അംഗീകരിക്കൂ. അത് പൊതുവായൊരു സത്യമാണ്. അറിഞ്ഞില്ലേ രണ്ടാളും? നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇവളുടെ 2ാം അച്ഛനും കരുണമോളുടെ മുത്തശ്ശിയൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിലാ. അവർക്ക് ഇന്നലെ രാത്രി ഒരു അപകടം ഉണ്ടായി. രാത്രിയിൽ എന്താ 2ആളും കൂടെ സെക്കൻഡ് ഷോയ്ക്ക് പോയോ? അതൊന്നും അറിയത്തില്ല. മണ്ഡലകാലമായിട്ട് ഇവൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥനയോടങ്ങ് പ്രാർത്ഥനയല്ലേ. അതിന്റെ ഫലമായിരിക്കും ഈ കാണുന്നതൊക്കെ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അത് അവർക്ക് അപകടം ഉണ്ടായതായിട്ടല്ല,
മറ്റൊരു സ്വപ്ന കണ്ടത്. ആ നിന്റെ ശത്രുക്കളെയൊക്കെ കാലം വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടായിരിക്കും കണ്ടത്. അങ്ങനെ കാലം വന്ന് പെട്ടെന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവില്ല. ഇവിടെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷമേ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കേണ്ടവരെ വിളിക്കത്തുള്ളൂ. അപ്പോഴേ മണ്ഡലകാലമായിട്ട് ഞങ്ങൾ തോമസ് സാറിന്റെ അടുക്കിലേക്ക് പോവുക. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എന്നറിയാം. എന്നാലും ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കരുത്. എടാ കണ്ണാ, നിനക്കറിയില്ലടാ എന്റെ മനസ്സെന്താണെന്ന്. നന്നായിട്ടറിയാം. അതുകൊണ്ടാ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞത്. എടാ ഈ മാസമല്ലേ നിന്റെ പിറന്നാള്? അത് കഴിഞ്ഞിട്ട് പോയാ പോരെ മോനെ. ഇത്തവണത്തെ പിറന്നാളിന് തോമസ് സാറിന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കാന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവളിവിടെ വരുന്നതിന് മുൻപുള്ള പിറന്നാളുകളെ പറ്റി ഇവക്കൊന്നും അറിയത്തില്ല. അന്ന് ഈ വീട് മുഴുവൻ ദീപം കൊണ്ട് അലങ്കരിക്കും ഞങ്ങള്. അത്രയ്ക്ക് വിശേഷമാ. അതെ അതെ, അന്ന് ദീപം കൊണ്ട് അലങ്കരിക്കുന്നതുകൊണ്ട് വീടിന് പുറത്തൊക്കെ നല്ല വെളിച്ചോ. പക്ഷേ വീടിനകത്തുള്ളവരുടെ ഉള്ളിലാ ഇരുട്ട്. എടാ ഇതിനൊക്കെ മറുപടി പറഞ്ഞാലേ കൂടി പോവും. നീ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപേ ആശുപത്രിയിൽ ഒന്ന് കേറ്. ഞങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവിടെ ചെന്നാ അപകടം പറ്റി കിടക്കുന്നവര് അതിന്റെ പേരില് ഇയാളെ കുറ്റപ്പെടുത്തതേ ഉള്ളൂ. കരുണയ്ക്ക് അവളുടെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ എന്ത് ദോഷം വന്നാലും അതിന്റെയൊക്കെ കാരണക്കാരി ഇയാളാ. അത് കേൾക്കാൻ വേണ്ടി എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അല്ലെങ്കിൽ തന്നെ നല്ലൊരു കാര്യത്തിനാ പോകുന്നേ. ആ സമയത്ത് അപശകുനങ്ങളെ കണ്ടിട്ട് പോകാത്തയാ നല്ലത്. എടാ എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ രണ്ടാനച്ഛനല്ലേ. ഒരു സമയം വരെ ഇവളെ നോക്കിയത് അങ്ങേരല്ലേ. എന്നെ നോക്കിയതേ എന്റെ അമ്മയാ. അതിനു പോലും അമ്മ ഒരുപാട് പഴികേട്ടിട്ടുണ്ട്. നന്ദി സ്നേഹമുള്ളവരെ സ്നേഹിച്ചാൽ മതിയമ്മേ. അല്ലാത്തവരാരായാലും ശരി, അവരെ തള്ളിക്കളയുന്നത് നല്ലത്. കരുണയുടെ കുഞ്ഞു പോയിട്ട് പോലും അവൾ നന്നായിട്ടില്ല. അവളെ സ്നേഹിക്കുന്നവരും ഇനി അങ്ങോട്ട് ഞങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇത്തവണ മല കയറണം. 10-18 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പനെ കണ്ട് സങ്കടങ്ങൾ പറയണം. ആ സങ്കടത്തിന്റെ കൂട്ടത്തില് എന്റെ വീടിനകത്ത് എനിക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സ് നന്നാകണേന്ന് കൂടി പ്രാർത്ഥിക്കണം. ഇവനിത് കൃത്യമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. പുരോഗതി എന്തെങ്കിലും ഉണ്ടോ എന്തോ. കണ്ണേട്ടാ, സാഗറാണല്ലോ. ഇനി പഴയ വെറുപ്പൊന്നും കാണിക്കണ്ട. അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ.
ഞങ്ങൾ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. നിന്നെ ഒരു സമയത്ത് വിലക്കെടുത്തവൻ തന്നെ നിന്റെ ജീവിതത്തിന് വില പറയാൻ നോക്കിയല്ലേ? എനിക്ക് ആദ്യമേ അറിയായിരുന്നു സാർ, മേഘനായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന്. എന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ എന്നെ തല്ലാനും കൊല്ലാനും ഒക്കെ വന്നതാ. ഇനി പഴയ രീതിയിലൊന്നും ജീവിക്കരുത്. മഞ്ജു നല്ല പെൺകുട്ടിയാ. അതെനിക്കറിയാം. അതുകൊണ്ടാ എന്ത് ജോലി ചെയ്തിട്ടായാലും ശരി കുടുംബം നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് നീ കുറച്ചെങ്കിലും മാറിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. കുറച്ചൊന്നുമല്ല സാർ, എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാ ഞാൻ വഴിതെറ്റിപ്പോയത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്ത് പണിയെടുത്തിട്ടായാലും ശരി മഞ്ജുവിനെ ഞാൻ വേദനിപ്പിക്കില്ല, കഷ്ടപ്പെടുത്തില്ല. പിന്നെ അവളും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. നീ സുരക്ഷിതമായ സ്ഥലത്താണ് നിൽക്കുന്നേ. നിന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് മനസ്സിലാക്കിയതോടെ തോമസ് സാർ നിന്നെ തിരിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി അദ്ദേഹം നിന്നെ ഒരിക്കലും പറഞ്ഞു വിടില്ല. അതെനിക്കറിയാം സാർ. എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ. തൽക്കാലം ഒന്നും വേണ്ട സാർ. സാറിനിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നടക്കാറൊന്നും ആയിട്ടില്ല. ഈ തൃക്കാർത്തികയോടെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന തോമസ് സാർ പറഞ്ഞിരിക്കുന്നേ. അതെന്നോടും പറഞ്ഞു. സാറ് നല്ല ആത്മവിശ്വാസത്തിലാ. ആ ആത്മവിശ്വാസത്തിന് ഫലം ഉണ്ടാവട്ടെ. വാ പോവാൻ കണ്ണേട്ടാ. സാർ വാ വാ. ഇരിക്കെ. രണ്ടാളെയും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നാളെയാണ് വൃശ്ചികത്തിലെ തൃക്കാർത്തിക, കണ്ണന്റെ പിറന്നാൾ ദിവസം അല്ലേ? മറക്കാൻ പറ്റാത്ത പിറന്നാൾ ദിവസം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതെ, ജീവിതം മാറ്റിമറിച്ച ദിവസമായിരുന്നു അന്ന്. മനസ്സിനകത്ത് നന്മയുള്ളവർക്ക് പിറന്നാൾ ഒരിക്കലും മോശമാകില്ല. എന്നിട്ടും കണ്ണനും കണ്ണന്റെ അച്ഛനുമൊക്കെ അങ്ങനെ ഒരു അപകടമുണ്ടാവാൻ കാരണം അത്രത്തോളം ജാതകത്തിൽ മരണസന്ധി ഉണ്ടായതുകൊണ്ടാണ്. ഇതുവരെ പരീക്ഷിക്കാത്ത പല ഔഷധ സസ്യങ്ങളും കൊടും വനത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ട് അതികഠിനമായ ചികിത്സാരീതിയാണ് ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോകുന്നത്. സാറിനോട് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, മണ്ഡലകാലമായിട്ട് മാലയിട്ടിരിക്കുക മലയ്ക്ക് പോവാൻ. മലയ്ക്ക് പോകാനെന്ന് പറയാതെ മല ചവിട്ടാനെന്ന് പറ. അത് അതിമോഹമാണെന്നാ കണ്ണേട്ടൻ പറയുന്നത്. അതിമോഹം ഉണ്ടായാലേ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചെങ്കിലും നടക്കുകയുള്ളൂ കണ്ണ. പമ്പയിൽ നിന്നും സന്നിധാനം വരെ നടന്നു കയറാൻ കഴിഞ്ഞില്ലെങ്കിലും 18ാം പടിയെങ്കിലും ചവിട്ടാൻ പറ്റണം. അതാണ് എൻ്റെ ആഗ്രഹം. അരക്കെട്ടിനും കാലുകൾക്കും ഇപ്പോൾ സ്വാധീനമുണ്ട്. ഇന്നും നാളെയുമായിട്ടുള്ള ചികിത്സ കഴിയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. കണ്ണന് ആരുടെയും കൈപിടിക്കാതെ നടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കലിയുഗത്തിലെ നാഥനാണ് ശബരിമലയിലെ നാഥൻ. ഇപ്പോൾ അയ്യപ്പസ്വാമിയായി ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഔഷധ സസ്യങ്ങളുടെ മധ്യത്തിലാണ് അയ്യപ്പന്റെ വാസം. അയ്യപ്പനെ നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദിനങ്ങൾ കഴിച്ചുകൂട്ടുന്നവരോടാണ് ഭഗവാന് പ്രിയം കൂടുതൽ. ഇവിടെ കണ്ണന്റെ മനസ്സ് ഭഗവാൻ അറിയാം. അതുകൊണ്ട് മിക്കവാറും ഇത്തവണ നടന്നു തന്നെ എൻ്റെ ഭക്തൻ എന്നെ കാണട്ടെ എന്ന് അയ്യപ്പസ്വാമി തീരുമാനിച്ച പിന്നെ അത് സംഭവിച്ചല്ലേ പറ്റൂ കണ്ണ. പിന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കണ്ണൻ നടന്നു തുടങ്ങിയാലും അത് കണ്ണന് ചുറ്റുമുള്ളവര് അറിയരുത്. കുറേ നാള് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. കാരണം ചികിത്സ അവസാനിക്കുന്നില്ല.
ഒരു 1.5 വർഷം കൂടി ഇത് തുടരണം. ഇനി ഒരിക്കലും തൻ്റെ ശരീരത്തിന് തളർച്ച ഉണ്ടാകില്ല എന്ന് എനിക്ക് ബോധ്യം വരുന്നവരെ കണ്ണൻ ഇവിടെ വന്നേ പറ്റൂ. അതൊക്കെ സാറ് പറയുന്ന പോലെ. ഇനിയിപ്പോ ഞാൻ വന്നില്ലെങ്കിലും കൊണ്ടുവരാൻ ആളുണ്ടല്ലോ. മോളുടെ പ്രാർത്ഥനയുടെ തീവ്രത തൻ്റെ ശരീരത്തിൽ മരുന്നുകൾ ഫലിക്കാൻ കാരണമായിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഒന്നുകൂടി കൂട്ടേണ്ട സമയമാണ്. അതെനിക്കറിയാം സാർ. അല്ല, നിങ്ങളിങ്ങോട്ട് വന്നപ്പോ അവനെ കണ്ടായിരുന്നോ, ആ സാഗറിനെ? കണ്ടു. പഴയ ദേഷ്യമൊക്കെ ഇപ്പോഴും അയാളോടുണ്ടോ? ഇല്ല സാർ, ഞങ്ങൾ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാ മനുഷ്യനും നല്ല കാലവും കെട്ടകാലവും ഉണ്ട്. അവന്റെ സാഹചര്യം അവനെ കൊണ്ട് കുറച്ച് തെറ്റുകൾ ചെയ്യിച്ചു. ഇപ്പോ അവൻ മാറ്റത്തിന്റെ പാതയില്ല. ഇനി അവനെ വിശ്വസിക്കാം.